അഭിലാഷ്. ഇപ്പോൾ അതുൽ പിള്ളൈ നമുക്കൊപ്പം ചേരുന്നു, ഡിഫൻസ് പി ആർ ഒ ആണ് അതുൽ പിള്ളൈ. അതുൽ പിള്ളൈ, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശ്രീ അതുൽ പിള്ളൈ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആഫ്റ്റർ എ ഷോർട്ട് ഇന്റർവെൽ നമ്മൾ ഒരിക്കൽ കൂടി കാണുന്നു. അതുൽ, എന്തായാലും വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. ഇന്നലെ ഇപ്പോൾ ആ ജാക്കിയൊക്കെ അവിടെ നിന്ന് കണ്ടെത്തി. ഞാനിപ്പോൾ MLA സംസാരിച്ചപ്പോൾ നേവിയുടെ ഒരു ഹെൽപ്പ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ആധികാരികമായി പറയാൻ കഴിയുമോ? നേവിയുടെ സ്കൂബ ഡൈവേഴ്സ് അവിടെ എത്തുമോ ഇന്ന്? യെസ്റ്റർഡേ ഈവനിങ് ഞങ്ങളോട് പറഞ്ഞേക്കുന്നത് ഇന്ന് ഡൈവിംഗ് ചെയ്യാനാണ്. അപ്പോൾ ഫുൾ ടീം അവിടുന്ന് വിത്ത് സപ്പോർട്ട് അവിടെ എത്തുന്നുണ്ട് എന്നാണ് ഞാൻ കേട്ടത്. അപ്പം ഇന്ന് എന്തായാലും ഡൈവിംഗ് ചെയ്യും. പക്ഷെ ആ ഡൈവേഴ്സ് അവിടെ വന്നിട്ട് ഇനി അറിയാൻ അവിടുത്തെ ചേഞ്ചസ് എന്തുവാന്ന് യെസ്റ്റർഡേ. ഇന്ന് ഡൈവിംഗ് ചെയ്യാൻ 2 നോട്ട്സ് ആണ് ഇന്നലെ പുഴയിലെ ഒഴുക്ക് എന്നാണ് ഇന്നലെ മനസ്സിലായത്. 2 നോട്ട്സ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മറ്റു തടസ്സമില്ല അല്ലേ? വിസിബിലിറ്റിയും ഉണ്ട്. ഇല്ല. ഐഡിയൽ 2 knots is an ideal for diving. There's no issue. വിസിബിലിറ്റിയും അതും എനിക്ക് അറിയാൻ വയ്യ. ബിക്കോസ് വൺസ് ആ ഡൈവേഴ്സ് അവിടെ വന്നു കഴിഞ്ഞിട്ട് അവരെ ഇൻപുട്സ് എടുത്തിട്ട് എനിക്ക് ഐ ക്യാൻ റെസ്പോണ്ട്. അതിലൊരു സംശയം കൂടി, നമ്മളുടെ ഈ വിസിബിലിറ്റി ഉണ്ടെന്ന് പറയുമ്പോഴും ഈ അണ്ടർ വാട്ടർ ക്യാമറ അടക്കമുള്ള സംവിധാനങ്ങൾ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഡൈവിങ്ങിന് സാധ്യതയുണ്ടോ? കാരണം നമുക്ക് ആ ഒബ്ജക്റ്റ് കണ്ടെത്തണമല്ലോ. അതോ അതെല്ലാം മാനുവലി തന്നെ പോയി കണ്ടെത്തേണ്ടി വരുമോ? അരുൺ, വിസിബിലിറ്റി കുറവാണെങ്കിൽ അത് ക്യാമറ ആണെങ്കിലും ശരി, കണ്ണാലും നമുക്ക് കാണാൻ പറ്റില്ല. ബട്ട് ദെൻ ഈ എക്സ്പീരിയൻസ് ഡൈവേഴ്സ് ആയതുകൊണ്ട്. പിന്നെ വൺ മോർ തിങ് എനിക്ക് പറയേണ്ടത്, ഇവിടെ ഇപ്പം നമ്മൾ മീഡിയയിൽ വന്നിട്ട് ബിക്കോസ് 3-4 days മുമ്പേ നമ്മൾ അവിടെ ഒരു സൊനാർ സൊനാർ സ്വീപ്പ് ചെയ്തായിരുന്നു. അപ്പൊ നമുക്ക് കുറെ ഡേറ്റ അവിടുന്ന് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് അനലൈസ് ചെയ്തിട്ട് ഇന്നലെ പുള്ളിക്ക് മാൽപേ ചെയ്ത് ഡൈവിങ്ങുമായിട്ട് കോറിലേറ്റ് ചെയ്തിട്ട് ഒരു പ്ലാൻ ഉണ്ട് നേവിയുടെ ഡൈവേഴ്സിനടുത്ത്. അപ്പം അവരോട്ട് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല അവിടുത്തെ വിസിബിലിറ്റി കണ്ടീഷൻ എങ്ങനെയാണ്. പിന്നെ എപ്പോഴും പകല് ഡൈവിംഗ് ചെയ്യുന്ന എപ്പോഴും നല്ലത്. സോ ദാറ്റ് വിസിബിലിറ്റി അത്ര അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടും. ഒരു കാര്യം കൂടി അതിൽ, ഇപ്പോൾ ഇന്നലെ നേരത്തെയുള്ള സോണാർ ലൊക്കേറ്റ് ചെയ്ത ലൊക്കേഷനുകളും ഇന്നലെ ജാക്കി കിട്ടിയ സ്പോട്ട്, ഞങ്ങളതിനെ വിളിച്ചത് ഈ ജാക്കി സ്പോട്ട് എന്നാണ്. അപ്പോൾ ഈ ജാക്കി കിട്ടിയ സ്പോട്ടും സ്പോട്ട് നമ്പർ 3, സ്പോട്ട് നമ്പർ 4, ഈ 3 സ്പോട്ടുകളാണ് പ്രധാനമായിട്ടും സാധ്യതയുള്ളതെന്നാണ് മനസ്സിലാക്കിയത്. ഏകദേശം അതേ സ്ഥലങ്ങൾ തന്നെയാണോ ഏറ്റവും ഒടുവിലത്തെ സോണാറിലും കിട്ടിയിരിക്കുന്നത്, ജാക്കി സ്പോട്ട് ഒഴിച്ചു നിർത്തിയാൽ? ആദ്യത്തെ ഞങ്ങൾ പ്രോബ്ലം ലൊക്കേഷൻ 1 പറഞ്ഞെടുത്ത് അവിടെ ഞാൻ അറിയുന്ന അവിടെ സെഡിമെന്റ്സ് വീണ്ടും കൂടിയെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അവിടെ മണ്ണ് കൂടിയിട്ടുണ്ട്. അപ്പം പ്ലസ് അതല്ലാതെ അവർ സ്കാൻ ചെയ്തപ്പോൾ അവർക്ക് വേറെ 2-3 സ്പോട്ട് കൂടെ കിട്ടിയിട്ടുണ്ട്. സോ ഇന്ന് ആ ഒരു എക്സ്പേർട്ട്, സോണാർ എക്സ്പേർട്ടുമായിട്ട് ഞാൻ സംസാരിച്ചിട്ട് ഞാൻ റിയാക്ട് ചെയ്യാറുണ്ട്. അത് ഏതൊക്കെ സ്പോട്ടാണ് അവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രിയിലൊക്കെ അത് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. സോ അത് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, താങ്ക് യു. അത് കിട്ടിയാൽ ഒന്ന് വിവരം അറിയിക്കണേ. കാരണം അർജുൻ്റെ ഫാമിലി അടക്കം ധാരാളം ആളുകൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ, ഈ വിവരങ്ങളൊക്കെ അവരെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് തീർച്ചയായിട്ടും.